ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും മൈക്രാഫ്റ്റ് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഒരു ലിക്വിഡേറ്റർ, അതിൽ നമ്മൾ ലിക്വിഡേറ്റർ നിറയ്ക്കുന്ന റീഫിൽ ചെയ്യുന്ന ആ സൊല്യൂഷനാണ്. അത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് നാച്ചുറലായിട്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് കിടക്കും. ഫ്രണ്ട്സ്, നമ്മുടെ വീട്ടിൽ ലിക്വിഡേറ്റർ ഇടുന്നപ്പോഴാണ് ഇതിനെക്കുറിച്ച് ആലോചിച്ചത്. അതായത് നമുക്ക് കുറച്ച് ആര്യവേപ്പിൻ്റെ ഇല വേണം. അതിനുശേഷം നമുക്ക് ഒരു കപ്പയ്ക്കയുടെ തണ്ട് വേണം. ആ കപ്പയ്ക്കയുടെ തണ്ടിൻ്റെ ഇലയൊക്കെ നല്ല കൊതുകിൻ്റെ തുരത്തുന്ന ആളാണ്. നമ്മൾ അതിനുവേണ്ടി ഒരെണ്ണം ഒടിച്ചിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇതേപോലെ നാരകത്തിൻ്റെ ഇല വേണം, നല്ലൊരു സ്മെല്ല് കിട്ടാൻ. അതിനുശേഷം നമുക്ക് ഇതേപോലെ കുറച്ച് പുൽത്തൈലം വേണം. നമുക്ക് ഇതേപോലെ ഒന്ന് തീ കത്തിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അതിനുശേഷം നമുക്ക് ആ തീയിലേക്ക് ഏതെങ്കിലും ഒരു കട്ടിയുള്ളൊരു പാത്രം വെച്ച് കൊടുക്കണം. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും ഒഴിച്ചെടുക്കണം. നമ്മൾ ഈ വെള്ളമാണ് നേരിട്ട് നമ്മുടെ ഈ ലിക്വിഡേറ്ററിൽ ലിക്വിഡാക്കി മാറ്റാൻ പോകുന്നത്. ഈ വെള്ളം നമ്മളിങ്ങനെ കുറച്ച് ഒഴിച്ച് കൊടുക്കണം. നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം, ഇത് നമ്മൾ പറ്റിച്ച് കുറയ്ക്കും, കുറച്ച് വെള്ളമാക്കും. അതിനുശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വേപ്പല നമുക്ക് ഇതേപോലെ ഇളക്കണം. തണ്ടിയിൽ ഇളക്കിയതിന് ശേഷം ഇതേപോലെ പിച്ച് കീറാം. അതായത് നമ്മൾ കീറുക എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ രീതി നമുക്കൊന്ന് എല്ലാവരും ഒന്നും ഇളക്കി ഇട്ട് കൊടുക്കണം. എല്ലാ പാർട്സായിട്ട് കണ്ടിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് സത്തിറങ്ങാനും അതേപോലെ നല്ല റിസൾട്ടായിരിക്കും ഇതിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. അതിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പെട്ടെന്ന് അഴുകിയങ്ങ് ചേരും വെള്ളവുമായിട്ട്. അങ്ങനെയാണ് നമ്മൾ ഇതേപോലെ പിച്ച് കീറി ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കൂടുതലായിട്ട് ഈ കൊതുക് റിപ്പൽ ചെയ്യാൻ ഒരു സാധനമാണ് വേപ്പല. അതിനുശേഷം നമുക്ക് വേണ്ടിയാണ് കപ്പയ്ക്കയുടെ തണ്ടിൻ്റെ ആ ഇലയാണ് നമ്മൾ ഇതേപോലെ വീണ്ടും പിച്ച് കീറി ഇട്ട് കൊടുക്കണം. ഇത് നല്ലൊരു കൊതുക് റിപ്പല്ലൻ്റാണ്. നമ്മൾ പണ്ടുള്ളവരൊക്കെ പറയും നല്ലൊരു റിപ്പല്ലൻ്റാണ് ഇത് കപ്പയ്ക്കയുടെ ഇലയും. അത് നമ്മളിങ്ങനെ പിച്ച് കീറി ഇട്ട് കൊടുക്കണം. രണ്ട് നമ്മളിങ്ങനെ പിച്ച് കീറി ഇട്ട് കൊടുത്തേക്കാണ്. ഇപ്പം നമ്മൾ അടുപ്പൊക്കെ നല്ല എരിയുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതേപോലെ നാരകത്തിൻ്റെ ഇലയാണ്. അത് നമുക്ക് ഒരു 10-20 ഇല ഇതേപോലെ പിച്ച് കീറി ഇട്ട് കൊടുക്കണം. ഇതെല്ലാം നമ്മുടെ ആ സൊല്യൂഷൻ്റെ പവർ കൂട്ടാനാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മളെല്ലാം കുറച്ച് പീസാക്കി കണ്ടിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ നമ്മൾ ഇതും കണ്ടിച്ചിട്ടെടുത്ത് ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം പുൽത്തൈലം എന്ന് വെച്ചാൽ മെയിനായിട്ടും ഈച്ച, കൊതുക് ഇതെല്ലാം റിപ്പൽ ചെയ്യുന്നൊരു മെയിൻ സാധനമാണ് നമ്മുടെ പുൽത്തൈലം. അതാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇഞ്ചിപ്പുല്ലിൽ നിന്നുണ്ടാക്കുന്ന തൈലമാണ് പുൽത്തൈലം. അതിനുശേഷം നമുക്കിതൊന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതായത് എല്ലാം ഇളക്കിയൊന്ന് യോജിക്കണം. നമ്മുടെ വെള്ളവുമായിട്ട് ഇത് മൊത്തം ഒന്ന് സെറ്റ് ആവണം. അതിന് നമ്മളിങ്ങനെ കാത്തിരിക്കണം നല്ലപോലെ മിക്സ് ആവാൻ. അതിനുശേഷം നല്ലപോലെ ഒന്ന് വാടി വരണം. അതായത് ഇതേപോലെ ഒന്ന് വാടി വന്നതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം. അങ്ങനെ കുറുകണം. വെള്ളം ഒന്ന് കുറുകിയതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു ചടത്തുനിന്ന് വല്ലതും വെച്ച് നമുക്കിതൊന്ന് ദൂരോട്ട് മാറ്റി തണുക്കാൻ വെക്കാം. നല്ലപോലെ ഒന്ന് ഇത് തണുത്ത് കിട്ടിയാലേ നമ്മുടെ ലിക്വിഡേറ്ററിന് പ്ലാസ്റ്റിക് ബോട്ടിൽ ഒഴിക്കാനൊക്കത്തുള്ളൂ. ഇതിനുശേഷം നമുക്ക് ഇതിനകത്തൊന്ന് വീരായിരിക്കാൻ ഒരു ഇലയിട്ട് മൂടിയെടുക്കണം. വാഴയിലയാണ് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു മഗ്ഗിലേക്ക് ഒരു കോട്ടൺ തുണി വെച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ നമ്മുടെ ആ സൊല്യൂഷൻ ഒന്ന് അരിച്ചെടുക്കണം. അതായത് നമ്മൾ ആ മൊത്തത്തിൽ ഒരു കരടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ചെറിയ ഇലയുടെ പീസോ അഥവാ കരിയോ ഒക്കെ ഉണ്ടെങ്കിൽ പോകാനാണ് നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഈ ലിക്വിഡേറ്ററിൻ്റെ അടിയിൽ ആ ബോട്ടിലിൻ്റെ ക്യാപ്പ് ഇതേപോലെ എന്തെങ്കിലും ഉപയോഗിച്ചൊന്ന് പയ്യെ തള്ളി അതിൻ്റെ ആ റോഡ് പോലെ ഇരിക്കുന്ന ഒരു സാധനമുണ്ട്, അതങ്ങ് വെളിയിലോട്ട് എടുത്ത് മാറ്റണം. അതങ്ങ് മൊത്തത്തിൽ എടുത്ത് വെളിയിൽ മാറ്റിയതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ ഒഴിച്ച ആ ഫില്ലിങ് നമുക്ക് ആ സൊല്യൂഷനകത്തോട്ട് ഫില്ല് ചെയ്തെടുക്കണം. ആ റോഡ് മാറ്റുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അതൊക്കെ ചിലപ്പോൾ കെമിക്കലായിരിക്കും. അവിടെ ശ്രദ്ധിച്ച് വേണം അത് മാറ്റാൻ. കയ്യിലൊക്കെ തട്ടാതെ എന്തെങ്കിലും ഗ്ലൗസൊക്കെ ഇട്ട് തന്നെ ചെയ്യണം. ഇനി നമ്മൾ നേരത്തെ ഊരി വെച്ച ആ റോഡും ആ ക്യാപ്പും എടുത്ത് വെച്ച് അടച്ച് നമുക്ക് സെറ്റാക്കി എടുക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ഈ സെറ്റ് ചെയ്ത് ലിക്വിഡേറ്റർ എടുത്ത് നമ്മുടെ സ്വിച്ച് ബോർഡ് സെറ്റ് ചെയ്ത് നോക്കി ഓണാക്കി വർക്കിംഗ് ആണ്. ഫ്ലാഷ് മോഡിലൊക്കെ വർക്കിംഗ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ മോസ്കിറ്റോ റിപ്പല്ലൻ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ അതേപോലെ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാ വ്യൂവേഴ്സും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ല വീഡിയോ കാണാം എന്ന പ്രതീക്ഷയിൽ. സൈനിങ് ഔട്ട്.